തൊഴിലിനും ആനുകൂല്യങ്ങൾക്കുമായുള്ള സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികളുടെ പോരാട്ടം 40 വർഷം പിന്നിടുകയാണ്. ഇവരെ സ്ഥിരപ്പെടുത്താനോ കരാർ തൊഴിലാളികളായി അംഗീകരിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. ദിവസക്കൂലിയല്ലാതെ ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. കോഴിക്കോട് ചിന്താവളപ്പ് UP സ്കൂളിന്റെ അടുക്കളയാണ്. കാലം മാറി, പഴയ കഞ്ഞിയും പയറുമൊക്കെ മാറി, പുകയെടുപ്പുകൾ മാറി, ഗ്യാസ് സ്റ്റൗ വന്നു. പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവിതത്തിന് മാത്രം ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ 40 വർഷമായി ഈ അടുക്കളയിൽ മാറ്റമില്ലാതെ ജോലി ചെയ്യുകയാണ് നാഗറാണി. ഇവരെ പോലെ ആയിരക്കണക്കിന് പേർ അത്ര തന്നെ അടുക്കളകളിൽ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വെച്ചു വിളമ്പുന്നു. ഇവിടെ വന്ന് 10-20 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ രാവിലെ വന്ന് എൻ്റെ പനിയൊക്കെ കഴിച്ച് ഞാൻ പോകുന്നത് 2-3 മണിയൊക്കെ ആവും. ഫുൾ നേരം ഇവിടെയാണ്. രാവിലെ ഞാൻ എത്തും. മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. മക്കൾക്ക് തിന്നാനോ കുടിക്കണോ ഒരു രാവിലെ ചായ പലഹാരമുണ്ട്, ഉച്ചക്ക് ചോറ്, സാമ്പാർ, ഉപ്പേരി, ബുധനാഴ്ച മുട്ട കറി, പിന്നെ ആഴ്ച 2 പ്രാവശ്യം പാലുണ്ട്, ചൊവ്വയും വ്യാഴം. 1983 മുതൽ സ്കൂൾ പാചക തൊഴിലാളികളായി ഇവരെ അംഗീകരിച്ചു. 50 പൈസ പ്രതിദിന വേതനത്തിന് തുടങ്ങിയ പാചക തൊഴിലാളികൾ 40 വർഷത്തിനിപ്പുറം 600 രൂപ കൂലി വാങ്ങുന്നുണ്ട്. പക്ഷേ പാചക തൊഴിലാളി എന്നൊരു തസ്തിക സർക്കാരിനില്ല. ദിവസക്കൂലിയല്ലാതെ മറ്റൊരു ആനുകൂല്യങ്ങളുമില്ല. ഇല്ല, അങ്ങനെ സർക്കാർ ഒന്നും ഒരു പൈസ ആയിട്ട് ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ഈ ശമ്പളം അല്ലാതെ വേറെ ഒരു പൈസ തന്നിട്ടില്ല. ഈ 600 മാത്രം. അത് സമയത്തിനും കിട്ടുന്നില്ല. 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ അങ്ങനെയാണ് ഒന്നിച്ച് കിട്ടുക. അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. മാസം കിട്ടിയാലല്ലേ എൻ്റെ ബുദ്ധിമുട്ട് തീരും. ഇപ്പോൾ വീട്ടു വാടക കൊടുക്കാൻ കഴിയില്ല, ഒക്കെ കൂടി കിടക്കുക. മാസം കിട്ടിയെങ്കിൽ അതത് മാസം അതത് കൊടുത്തില്ലെങ്കിൽ ബാക്കി എൻ്റെ കുടുംബത്തിന് ആവാം. ഒന്നത്തിന് നടക്കുന്നില്ല, കടം തന്നെ കൂടി. മിനിമം വേതനം 900 ആക്കണമെന്നും കരാർ തൊഴിലാളികളായെങ്കിലും അംഗീകരിക്കണമെന്നും ഇപ്പോഴും സർക്കാരിന് മുന്നിൽ നിവേദനങ്ങളുണ്ട്. ഇവിടെ കൂടിയപ്പോൾ 25 റുപ്യക്കാണ് പണിയെടുത്തത്. അന്ന് പിന്നെ 50 അങ്ങനെ കൂട്ടി 100 റുപ്യ ആക്കി. 100 റുപ്യ ആക്കിയ സമയം പിന്നെ 150, പിന്നെ അങ്ങനെ ആയി ഇപ്പോൾ 600 വന്ന് നിൽക്കുക. കുറേശ്ശെ കൂട്ടിയതാ. തമിഴ്നാടും ആന്ധ്രയും പോണ്ടിച്ചേരിയും ഒക്കെ ഇക്കാര്യത്തിൽ നമുക്ക് മുന്നേ നടന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.